ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പം എല്ലാവർക്കും ഈ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. കാലത്ത് കണ്ണു തുറന്ന് എഴുന്നേറ്റ് മൊബൈലിലേക്ക് നോക്കിയപ്പം സമയം 9:30. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ അടുത്ത് ആരാണ് കിടന്ന് ഉറങ്ങണേന്ന്. നമ്മുടെ വാവുട്ടിയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം നേരം വൈകി കിടന്നുറങ്ങിയത് കാരണം 9:30 ആയിട്ടും ആർക്കും എഴുന്നേൽക്കാനായിട്ട് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ വിശന്ന് തുടങ്ങി. അപ്പോൾ പിന്നെ പതുക്കെ എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാവുട്ടിയെ എഴുന്നേൽപ്പിച്ച് പതുക്കെ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് എഴുന്നേറ്റു കേട്ടോ. എൻ്റെ ഏട്ടനും പൊന്നുസും അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങാണ്. അവർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പതിവ് പോലെ എഴുന്നേറ്റ് ഫസ്റ്റ് തന്നെ ബ്ലാങ്കറ്റ് എല്ലാം മടക്കി വെച്ചു. ഇപ്പോൾ ഇത് മടക്കി വെച്ച് താഴത്തോട്ട് പോയില്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ കിടക്കും. കാലത്തന്നെ കണ്ടോ, നല്ല വെയിലാണ്. അങ്ങനെ കാലത്തെ പല്ലുതേപ്പും മുഖംകഴുകലൊക്കെ കഴിഞ്ഞ് താഴോട്ട് വന്നു. അപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാം തുടങ്ങാമെന്ന് കരുതി. മെഴുതിരി കത്തിച്ചതിന് ശേഷം ഞാൻ വാവുട്ടീനെയും കൂടി വിളിച്ചു. അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഒരു വചനമൊക്കെ എടുത്തു. എല്ലാ ദിവസവും നിയോഗപ്രാർത്ഥന കേട്ടിട്ടാണ് ഒരു ദിവസം തുടങ്ങാറ്. ഇന്ന് ഇത്രയും നേരമായത് കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് കരുതി. അങ്ങനെ ജനലൊക്കെ തുറന്നിട്ടു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പതുക്കെ കിച്ചണിലേക്ക് കയറി. കിച്ചൺ ഇങ്ങനെ ക്ലീനാക്കി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല കാലത്ത് എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ പതുക്കെ ജനലൊക്കെ തുറന്ന് ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ആലോചിക്കുകയാണ്. എടുത്ത് ശീലമൊന്നുമില്ല, ഇതുവരെ വീഡിയോ എടുത്ത് അങ്ങനെ ശീലമില്ല. ആകെ റീൽസ് ഞാനും ഔട്ടി മാത്രം അങ്ങനെ ഷോർട്സൊക്കെ ഇട്ട് അങ്ങനെ എടുക്കുന്ന വീഡിയോ ഉള്ളൂ. ഡേ ഒരു ഫുള്ള് കവർ ചെയ്യാൻ എനിക്ക് അറിയുമെന്നറിയില്ല, ട്രൈ ചെയ്യാം. ഇന്നിപ്പോൾ ഓഫായിരുന്നു. ഈ കഴിഞ്ഞ ലാസ്റ്റ് 5 ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഇന്നൊരു ഓഫായപ്പം വിചാരിച്ച് ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഇന്ന് ഇതിനു വേണ്ടി എന്നെ സഹായിക്കണത് നമ്മുടെ വാവട്ടിയാണ് കുറച്ചെങ്കിലും എൻ്റെ കൂടെ ഇങ്ങനെ നിന്നെല്ലാത്തിനും ഇങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ നിൽക്കണത്. എൻ്റെ ഏട്ടനാണെങ്കിൽ പിന്നെ വീഡിയോ എടുത്തു തരും. പക്ഷെ ഇന്ന് മൊത്തം ക്യാമറ കൈകാര്യം ചെയ്യണത് ഞാനാണ്. അപ്പോൾ അത് എത്രത്തോളം അതിൻ്റെ ഒരു ഔട്ട്കം നന്നായിട്ട് വരും എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നാൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് കാലത്ത് മുതലെല്ലാം ചെയ്യണം. ഞാൻ 5 ദിവസം കണ്ടിന്യൂസ് മോർണിംഗ് ഉണ്ടെങ്കിൽ എല്ലാം സൺഡേ ഇങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്തെല്ലാം റെഡിയാക്കി വയ്ക്കും. അപ്പോൾ എൻ്റെ ആ സ്റ്റോക്ക് എല്ലാം തീർന്നു ഫുഡിനുള്ളത്. അപ്പോൾ ഇന്ന് വീണ്ടും അടുത്തൊരാഴ്ചയ്ക്കുള്ള എല്ലാ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് കാലത്ത് എന്താണ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയില്ല. കാലത്ത് ലാസ്റ്റ് ഒരു 10 ഡേയ്സ് നമ്മുടെ നിങ്ങളെല്ലാവരും നിയോഗപ്രാർത്ഥന കേൾക്കുന്ന ആൾക്കാരാണോ? ഞാനും എൻ്റെ ഫാമിലിയും നാട്ടിലും എല്ലാവരും ഞങ്ങൾ കേൾക്കുന്ന ആൾക്കാർ. അപ്പോൾ ലാസ്റ്റ് 10 ഡേയ്സ് എനിക്ക് ഉപവാസമായിരുന്നു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് 10 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് ഇന്നാണ് ഇനിയിപ്പോൾ ഒരു 10 ദിവസത്തിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത്. അപ്പോൾ എന്തുണ്ടാക്കുന്നൊരു ഐഡിയ ഒന്നുമില്ല, ഒന്നും റെഡിയുമല്ല. അപ്പം ഇനി അങ്ങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വഴിയെ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. ഒരു ഐഡിയ ഇല്ല, ഒരു ബ്ലാങ്ക് ആണിപ്പം. ഇനി സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഗുഡ് മോർണിംഗ്. ഇത് ശനിയാഴ്ചയാണ്. അപ്പം വെൽക്കം ടു ന്യൂസിലാൻഡ് IJK ഫാമിലി. അപ്പം ഞാൻ കാലത്ത് തന്നെ പാത്രങ്ങളൊക്കെ
തപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചപ്പോൾ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. പൊന്നൂസ് എന്തായാലും കാലത്ത് ഞാനുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിക്കില്ല. അവൻ്റേതായിട്ടുള്ള കാലത്തെ ഒരു ഭക്ഷണം അവൻ തന്നെ തയ്യാറാക്കും. അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന് അവൻ്റെ കൂടെ ഞാനും അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. എൻ്റെ ഏട്ടനും വാവുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കണമെന്ന് എൻ്റെ അടുത്തൊന്ന് പറയണേ. ഞാൻ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ നാട്ടിൽ മമ്മി അമ്മച്ചിയൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ റവ ആദ്യം തന്നെ നന്നായിട്ട് ചൂടാക്കി മാറ്റി വയ്ക്കും. എന്നിട്ടാണ് പിന്നെ കടുക് പൊട്ടിച്ച് സവോളയൊക്കെ വഴറ്റി അതിനകത്തോട്ട് പിന്നെ വെള്ളം തിളപ്പിച്ച് റവ ഇടുന്നത് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. ഞാനെല്ലാം എളുപ്പ വഴിക്കാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കടുകൊക്കെ വറുത്ത് അതിനകത്തോട്ട് സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഞാൻ റവ ഇടും. എന്നിട്ടാണ് ഞാൻ റവ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നത്. ആ ചൂടാക്കി നന്നായിട്ടൊരു മണം വരുമല്ലോ, നമുക്ക് റവയുടെ ഒരു മണമില്ലേ, നന്നായി ചൂടാക്കി കഴിയുമ്പോൾ ആ മണം വന്നു കഴിയുമ്പോൾ ഞാൻ അതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കും. അതിനിടയ്ക്ക് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അവസാനം കുറച്ച് നെയ്യും കൂടിയും ഇട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കും. അതാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയേക്കണത്. മറ്റോണം ഉണ്ടാക്കുമ്പം ഞാൻ വെള്ളത്തിലോട്ട് റവ ഇടുമ്പോൾ എപ്പോഴും എനിക്ക് കുഴഞ്ഞു പോണതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നന്നായിട്ട് വിട്ട് നിൽക്കണ പോലെയും കുറച്ചും കൂടി ടേസ്റ്റായിട്ട് വരുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ കുറച്ച് മടിയും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് പെട്ടെന്നാവും. മറ്റേത് നമ്മൾ റവ എടുത്ത് ചൂടാക്കി വേറെ മാറ്റി വെക്കുന്ന സമയത്ത് എളുപ്പവഴി തന്നെ. ഇതിനിടയ്ക്ക് ചായ തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ എനിക്കുള്ള ചായ ഒരിച്ചിരി പഞ്ചസാര ഇട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ കുറച്ച് ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കിയുള്ള ചായ ഞാൻ കപ്പിൽ പകർത്തി മാറ്റി വെച്ചു. എന്നുവെച്ചാൽ എൻ്റെ ഏട്ടനും പൊന്നൂസും ഇതുവരെ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടില്ല. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവർക്കുള്ളത് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നൊയമ്പായത് വരുന്നുണ്ട്. ഞാനും എൻ്റെ ഏട്ടനും നൊയമ്പെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഏട്ടനാണെങ്കിൽ മധുരമില്ലാത്ത ചായയാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. മധുരത്തിനും നൊയമ്പാണ്, അത് കാരണം. അങ്ങനെ ഉപ്പുമാവ് റെഡി. എനിക്കാണെങ്കിൽ എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അപ്പോൾ പാത്രം കഴുകി വെച്ചില്ലെങ്കിൽ ആകെ വട്ട് പിടിക്കണ പോലെ തോന്നും. കഴുകി വെച്ചില്ലെങ്കിലാണെങ്കിലോ സിങ്ക് മൊത്തം പാത്രം നിറയും. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതുണ്ടാക്കി വെച്ച പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി എടുത്തു വെച്ചു. ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പൊന്നൂസ് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളായിട്ട് വന്നത്. അപ്പം അവനെങ്ങനെയാണ് അവൻ്റെ കാലത്തെ ഹെൽത്തി ഒരു പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവൻ മോർണിംഗിൽ ഈ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. ഇതല്ലാണ്ട് വേറെ ഒന്നും കഴിക്കാറില്ല. അപ്പം എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ പഴവും സ്ട്രോബെറിയാണ് ഇന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഗ്രീക്ക് യോഗട്ടും പീനട്ട് ബട്ടറും കൂടി അതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് അതിനിടയ്ക്ക് നമ്മുടെ വാവുട്ടിയുടെ ഉപ്പുമാവാണ് കേട്ടോ. ഞാനത് അവന് റെഡിയാക്കി കൊടുത്തതാണ് അതിനിടയ്ക്കുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യും. പിന്നെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അവനത് പൊടിച്ച് ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഡെയിലി അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എളുപ്പമാണ്. കാലത്ത് തന്നെ സ്കൂളിൽ പോണതിന് മുന്നേ അവന് എളുപ്പത്തിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഹണി ഒഴിച്ച് ആണ് അവൻ കഴിക്കണത്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇത് ഒരു ബൗള് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച്. പിന്നെ ഇന്നത്തെ ഒരു പണി നടന്നില്ല. അപ്പം എൻ്റെ ഏട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോവാം. അപ്പോൾ എനിക്കാണെങ്കിലും എനിക്കൊരു ഷൂ മേടിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തിറങ്ങി. ഷൂ വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കടയിൽ പോക്കും വേറെ നടന്നില്ല. അപ്പം എല്ലാവർക്കും വിശപ്പ് കയറിയത് കാരണം കൊണ്ട് ഇവിടെ അടുത്തുള്ളൊരു
മിഠായി ഹബ്ബ് എന്ന് പറഞ്ഞ ഒരു കടയിൽ പോയി. അവിടെയാണെങ്കിൽ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. ഞാനും എൻ്റെ ഏട്ടനും സ്വീറ്റ്സിന് നോയമ്പെടുത്തേക്കണ കാരണം കൊണ്ട് വീഡിയോ മാത്രം എടുത്തു, കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പലരും ഓരോരുത്തരും ഓരോ ഡിഷാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ എല്ലാ ഫുഡും. പിന്നെ അഫോർഡബിൾ റേഞ്ചിലാണ് എല്ലാ സാധനങ്ങളും ഇവിടുത്തെ മെനു നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടത്. അപ്പോൾ ആവട്ടി ഓർഡർ ചെയ്തത് നൂഡിൽസാണ്. ഞാനും പനീർ കറിയാണ്. അപ്പോൾ ആവട്ടിക്ക് ഒരു ജിഞ്ചർ ബിയർ വേണമെന്ന് പറഞ്ഞ് തുറന്ന വഴിക്ക് അത് ആവട്ടിയുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് അവൻ തന്നെ പാവം എല്ലാം തുടച്ചു കേട്ടോ. പൊന്നൂസ് ഓർഡർ ചെയ്തത് മിഠായി ഹബ്ബ് സ്പെഷ്യൽ താലിയാണ്. നിൻ്റെ ഏട്ടനാണെങ്കിൽ ചോള ഭട്ടൂരയും. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഞാനത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആവട്ടി വീഡിയോ എടുത്താൽ മതി അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് വയ്ക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് മൊത്തത്തിൽ വെജിറ്റേറിയൻ ഫുഡ് നല്ല ഇഷ്ടമാണ്. പൊന്നൂസിനാണെങ്കിൽ നോൺ വെജ് അത്ര കണ്ട് ഇഷ്ടമല്ല. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് വന്നപ്പോൾ. പിന്നെ പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ തുടങ്ങി. പാനിപ്പൂരി അടിപൊളി. കുറേ നാളായിട്ട് കഴിക്കാതിരിക്കണ കാരണം കൊണ്ട് ഇന്ന് കഴിച്ചപ്പോഴാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. പണ്ട് ബഹ്റിനിലായിരുന്നപ്പം ഇഷ്ടംപോലെ പാനിപ്പൂരി കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ചോള ഭട്ടൂര കഴിച്ചൊക്കെ ഒരു ആഗ്രഹം തോന്നി. എൻ്റെ ഏട്ടൻ്റെ നിന്ന് വാങ്ങിക്കണതാണത് ഞാനും പനീർ കറിയാണിതേ. അപ്പം ഞങ്ങളങ്ങനെ അടിച്ചു പൊളിച്ചെന്ന് ഒരു ശനിയാഴ്ചയായിട്ട് അടിപൊളി ഫുഡായിരുന്നു. ഇവിടെ നിന്ന് കഴിക്കുന്നത് ഏകദേശം ഒരു 5 മണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ഡിന്നറൊന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പാത്രം ഫസ്റ്റ് തന്നെ കാലിയായി. പൊന്നൂസിനും എൻ്റെ ഏട്ടനും സ്റ്റിൽ കഴിക്കുകയാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഒരു രസമാണ്. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോവുക, എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുക. പക്ഷേ ഇതിൽ വാവട്ടിയാണ് ശരിക്കും പെട്ടത്. വാവട്ടിയുടെ ഫുഡിന് നല്ല എരിവായിരുന്നു. പക്ഷെ എന്നാലും കഴിച്ചു തീർത്തു. അപ്പം ഇന്നത്തെ ഡിന്നർ അടിപൊളി. ഇന്നലെ അങ്ങനെ തിരിച്ചു വന്ന് വേഗം എല്ലാവരും കിടന്ന് ഉറങ്ങി. കുറച്ച് നിർത്താനൊക്കെ പറഞ്ഞിരുന്നു. സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഒരു പുതിയ സിനിമ വന്നിട്ടില്ലേ, വിനീത് ശ്രീനിവാസിൻ്റെ, ഭയങ്കര തമാശപ്പെടാന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വർത്താനം പറഞ്ഞിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.